ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുമായിട്ടാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. RRBയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി അതിനകത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ RRB നോട്ടിഫിക്കേഷനകത്തുള്ള ഒരു പർട്ടിക്കുലർ തസ്തികയുണ്ട്. മറ്റൊന്നുമല്ലത് കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നതാണ് CMA. ഈ തസ്തികയുടെ പ്രത്യേകത, ഇതിന് BSc കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് 3 ഇയർ ഡിപ്ലോമയും ബിടെക്കും അല്ലാതെ ഈ കെമിസ്ട്രിയും ഫിസിക്സിനും ബാക്ക്ഗ്രൗണ്ടുള്ള ബിരുദധാരികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ഒരു തസ്തികയുടെ പ്രത്യേകത. ഈ തസ്തിക അപ്ലൈ ചെയ്യാൻ ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ RRBകളിലും വേക്കൻസി ഇല്ല. വളരെ കുറച്ച് RRBകളിൽ മാത്രമേ ഈ വേക്കൻസി വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളോട് പറയാൻ വേണ്ടി, നിങ്ങളിത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണത്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുന്നവർ ഇത് കൂടുതലുള്ള സോണുകൾ അല്ലെങ്കിൽ RRBകൾ നോക്കി അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് പ്രയോജനം. RRB പോലെയല്ല, ഇത് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു മേഖലയാണ്. അതായത് BSc കെമിസ്ട്രി ഫിസിക്സ് ഉള്ളവർക്ക് മാത്രമേ ഇത് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പ്രത്യേകമായിട്ട് എടുത്ത് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ. ടോട്ടൽ വേക്കൻസി CMAയിലുള്ളതെന്ന് പറഞ്ഞാൽ 150 വേക്കൻസികളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് മുംബൈയിലാണ്, അതിനുശേഷമുള്ളത് ചെന്നൈയിലാണ്. 52-30 വീതം വേക്കൻസികളുണ്ട്. ഇപ്പോൾ പ്രിഫർ ചെയ്യുമ്പോൾ ഈ 2 വേക്കൻസികളിൽ ഏതെങ്കിലും ഒന്ന്, RRBകൾ ഏതെങ്കിലും ഒന്ന് പ്രിഫർ ചെയ്യാൻ നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഒന്നുകിൽ മുംബൈ നോക്കുക, അല്ലെങ്കിൽ ചെന്നൈ നോക്കുക. പിന്നെ ജമ്മു ആൻഡ് ശ്രീനഗറാണ്, അതങ്ങ് നോർത്തിലാണ്. അവിടെ പിന്നെ 22 ഉണ്ട്. ഇത് 2 കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ള ജമ്മുവിലാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്മീർ, ഗോരഖ്പൂർ, ഭോപ്പാൽ, ഗോഹത്തി, പ്രയാഗ്രാജ്, സെക്കൻഡറാബാദ്, പാറ്റ്ന, ഇത്രയും RRBകളാണ് നമുക്ക് ഈ ഒരു വേക്കൻസിക്ക് വേണ്ടി എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. വേറെ ഒരു RRBകളിലും ഈ പറയുന്ന കൺസേൺഡ് തസ്തികയില്ല. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുവെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു സെലക്റ്റഡ് RRB തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിലേതാണോ നിങ്ങളുടെ ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഈ CMA എന്ന് പറയുന്ന തസ്തികയുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയാണ്. ഇതിൻ്റെ യോഗ്യത ഓൾറെഡി പറഞ്ഞു. യോഗ്യത വേറെ ഒന്നുമല്ല, BSc ആണ്, ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണ്. ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ഈ യോഗ്യത ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഈ വേക്കൻസി ഉള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടിയാണ് ഈ ഒരു ഷോർട്ട് നോട്ടീസ് പോലെ ഇത് തന്നത്. മറ്റൊന്നുമല്ല, ഇത്രയും RRBകളിൽ മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓർക്കുക, ഈ ഏറ്റവും കൂടുതൽ മുംബൈയിലാണ്, അതിനുശേഷമുള്ളത് ചെന്നൈയിലാണ്, അതിനുശേഷം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ശ്രീനഗറാണ്, ദെൻ അജ്മീറാണ്. ഇത്രയും അടുത്ത് മാത്രമേ ഡബിൾ ഡിജിറ്റ് വേക്കൻസി പോലും ഉള്ളൂ. അതിന് താഴോട്ടെല്ലാം സിംഗിൾ ഡിജിറ്റ് വേക്കൻസീസ് ആണ്. ഗോരഖ്പൂർ, ഭോപ്പാൽ, ഗോഹത്തി, പ്രയാഗ്രാജ്, സെക്കൻഡറാബാദ്, പാറ്റ്ന, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്ലൈ ചെയ്യുമ്പം ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ഡിസിഷൻ എടുക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യുന്നത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.